നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങളിൽ നിന്നും ഇപ്പോൾ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തിയുമായി നിങ്ങൾക്കിനി ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ, ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ, നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു അകലം പാലിച്ച് നിൽക്കുന്ന വ്യക്തിയുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ പ്രസൻസ് ഉണ്ടോ? അവരുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ്, കറൻറ്റ് തോട്ട്സ് എന്താണ്? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ ആരെയാണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൻ്റെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ശരിക്കും നിങ്ങൾ എനർജിയെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാലാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന ഒരു റീഡിങ്സ് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കമൻറ്റിൽ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് മുടങ്ങാതെ അഫർമേഷൻസ് ആയിട്ട് എഴുതിക്കൊണ്ടേ ഇരിക്കുക. അക്ഷരങ്ങളുടെ മാജിക്ക്, എനർജി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. അതുപോലെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം. കൂടാതെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന ഒരു എനർജി ലഭിക്കാൻ, നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി വരാൻ, പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും ഒരു വ്യക്തത ലഭിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നെഗറ്റീവ് പ്രസൻസ് ഉണ്ടോ, ബ്ലാക്ക് മാജിക് ഉണ്ടോ, അതുപോലെ തേർഡ് പാർട്ടിയുടെ എനർജി എങ്ങനെയാണ്, തേർഡ് പാർട്ടി ഉണ്ടോ, എന്താണ് തേർഡ് സിറ്റുവേഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കറക്റ്റായിട്ടും അറിയാൻ സാധിക്കും. അപ്പം അതനുസരിച്ച് എടുത്തു നോക്കി നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കൺഫ്യൂഷന്, ടെൻഷന്, സ്ട്രെസ് എനർജീനെ അങ്ങ് എടുത്തു മാറ്റുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. റീയൂണിയൻ പ്രസൻസ് ഉണ്ടാകുമോ എന്നൊരു ചോദ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പം അവർ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് പോയത് മറ്റെന്തൊക്കെയോ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാനാണ്. ഒരു പക്ഷേ അവരുടെ കരിയർ മേഖലയെ അവർ ഫോക്കസ് ചെയ്തതാവാം, അതല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് തേടിപ്പോയതാവാം, അതല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസിൽ അവരെന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നു, എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നു. അതിനെ സംബന്ധിച്ചോ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ സ്ട്രഗിൾ മേഖലകളുണ്ടായി, അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധമുള്ള പ്രോബ്ലംസുകളിൽ അവർ പെട്ടുപോകുകയോ ചെയ്തതിന് ഫലമായിട്ടാണ് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ നോക്കുമ്പോൾ കർമ്മ എനർജിയുടെ പ്രോബ്ലംസുകളുണ്ട്. കൂടാതെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ വന്നിട്ടുണ്ടായിരുന്നു, തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു കർമ്മയുടെ ഫലമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്കിടയിൽ വന്ന ഒരു സെപ്പറേഷൻ, ഒരു പരീക്ഷണ കാലഘട്ടം എന്ന് തന്നെ നമുക്ക് ആ ഒരു എനർജിയെക്കുറിച്ച് ചിന്തിക്കുമ്പം പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് കർമ്മഫലമായിട്ട് വന്ന സെപ്പറേഷനാണ് കേട്ടോ. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടവരാണ്. നിങ്ങൾ ആ ഒരു എനർജിയിൽ, ഒരു ട്രാപ്പിംഗ് എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ഫീലിങ്സിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാത്ത വിധം നിങ്ങളൊന്ന് ട്രാപ്പ് എനർജിയിലായിട്ടുണ്ടായിരുന്നു എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു എനർജി വെച്ച് നോക്കുമ്പം യൂണിവേഴ്സലിൻ്റെ എനർജിയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് നെഗറ്റീവ് ഊർജം കണക്റ്റഡ് ആയത്. നിങ്ങളുടെ വിധിയാണ് ഈ ഒരു സെപ്പറേഷൻ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ജന്മം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള യോഗമുണ്ടായിരുന്നു. ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇമോഷണലി കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗമുണ്ടായിരുന്നു. ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പെയിൻ എനർജി അനുഭവിക്കാനുള്ള യോഗവും ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന ഒരു കെയറിങ് അനുഭവിക്കാനുള്ള യോഗം ഇനി വരാൻ പോകുന്നു എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ആൻസൈറ്റി ഉണ്ട്, ഭയം നിലനിൽക്കുന്നുണ്ട്, ഒരു മിഥ്യാ എനർജി, തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറിപ്പോയ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഒരു വല്ലാത്ത ഒരു മാനസിക പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു നമ്മളുടെ ഒരു സമയത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പൗർണമി, അമാവാസി എന്നൊക്കെ പറയുന്ന സമയങ്ങൾ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ട പോലെ നിങ്ങൾ വല്ലാതെ ടെൻഷൻ അടിക്കേണ്ടി വരുന്ന, ഒരു പക്ഷേ ഇവരുടെ ഓർമ്മകൾ നിങ്ങൾക്ക് ആ ഒരു സമയം
മൂൺ എനർജിയെ ബേസ് ചെയ്ത് ഈ ഒരു പൗർണമി അമാവാസി സമയങ്ങളിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് വല്ലാതെ ഒരു ആദി പോലെ ടെൻഷൻ പോലെ നിങ്ങളെ ഈ ഒരു എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ലക്ഷണം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്, നിങ്ങളുടെ വിധിയാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു എനർജിയാണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇത് പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്തുള്ളൊരു എനർജിയാണ്. ഈ ഒരു ബന്ധം നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് ഹാർട്ട് ചക്രേനെയും തേർഡ് ഐ ചക്രേനെയുമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ബന്ധം ബാധിച്ചിരിക്കുന്ന, ബ്ലോക്കാക്കി നിർത്തിയിരിക്കുന്നത്, അതായത് നിങ്ങൾക്ക് ഇമോഷണലി യാതൊരു സാറ്റിസ്ഫാക്ഷനും ഒന്നിലും കിട്ടാതെ പോകുന്നു. ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങളുടെ ചിന്തകൾ വളരെ ബ്ലോക്കായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു കറക്റ്റ്നെസ് ഇല്ല, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല ഒരു കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാൻ. അതായത് നിങ്ങളിനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെല്ലാം ബ്ലോക്കാക്കി നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സണുമായിട്ടൊരു റിയൂണിയൻ എനർജി ഉണ്ടോ എന്ന ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ സാധിക്കുന്നത് യെസ് കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി മാറിപ്പോയെങ്കിൽ, ആ ഒരു മാറിപ്പോകേണ്ട സെപ്പറേഷൻ്റെ ടൈം വന്നപ്പം മറ്റു പ്രതിസന്ധികൾ നിങ്ങളെയും അവരെയും ബേസ് ചെയ്ത് കണക്റ്റ് ചെയ്തെങ്കിൽ പോലും നിങ്ങളെ അവർ ഹോൾഡ് ചെയ്തിരുന്നു കേട്ടോ. നിങ്ങൾ അവർക്കൊരു പ്രകാശമാണ്, നിങ്ങളെ വിട്ടുകളയാൻ പറ്റാത്ത വിധമുള്ള ഒരു പ്രകാശത്തിൻ്റെ സ്വാധീനം നിങ്ങളെയും അവരെയും കണക്റ്റ് ചെയ്ത് അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്തകളും നിങ്ങളുടെ പ്രസൻസും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതുമൊക്കെ തന്നെ അവർക്കൊരു എനർജിയാണ്. ഇതിനകത്ത് മദർ എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഈ ബ്ലോക്കേജ് വരാനുള്ള കാരണം തന്നെ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ആണ്. അതൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടിയാണ് കേട്ടോ. അതായത് ഈ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കാളും കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റഡ് ആകുന്ന മറ്റൊരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് അവരുടെ ലൈഫിലുണ്ട്. അതൊരു പക്ഷേ മദർ എനർജി ആവാം, അതിനോട് തുല്യമാകുന്ന വ്യക്തികളുടെ പ്രസൻസും ആവാം കേട്ടോ. സ്ട്രെങ്ത് കാർഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കുറച്ച് സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന, വളരെ ശക്തമാകുന്ന ഒരു മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ ഉള്ള, എന്നാൽ വിശ്വസ്തത, വാക്കിനും വ്യവസ്ഥയുള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. പക്ഷേ വെല്ലുവിളികളെ അതിജീവിക്കുക, മുന്നിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകുക, ഇതൊക്കെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു ഹരമുള്ള എനർജിയാണ്. ഇതിനെയൊക്കെ വളരെ നിസാരവൽക്കരിച്ച് കാണാനും ഫൈറ്റിങ്ങിലൂടെ മുന്നോട്ടേക്ക് പോകാനുമൊക്കെ ഈ ഒരു പേഴ്സണ് കഴിയുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണേലും സ്ട്രെങ്ത് എനർജിയിലാണ് നിൽക്കുന്നത്, 2 ഫേസ് എനർജിയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ച് ഒരു പക്ഷേ മനസ്സുകൊണ്ട് ശുദ്ധമാണെങ്കിൽ പുറമെ വളരെ കാഠിന്യം, കുറച്ച് ദേഷ്യവും എടുത്തുചാട്ടവും അതുപോലെ തന്നെ മുഖത്തടിക്കും പോലെ സംസാരിക്കുന്ന ക്യാരക്ടർ ആവാം. അതല്ല, പുറമെ പാവമാണെങ്കിൽ ഉള്ളുകൊണ്ട് പല കാര്യങ്ങളും ഉറച്ച തീരുമാനത്തിൽ, അതായത് ആ ഒരു വ്യക്തി തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് ആർക്കും വഴങ്ങി കൊടുക്കുന്നൊരു പേഴ്സൺ ആയിരിക്കില്ല. എന്താണെങ്കിലും പാസ്റ്റിലേക്ക് തിരിച്ചു വരും, ആ ഒരു വ്യക്തി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ സമയം, ആ വ്യക്തിയുടെ സമയം ചേഞ്ചിങ് ആവുന്നതനുസരിച്ച് ഈ ഒരു പേഴ്സണുമായിട്ട് 100% നിങ്ങൾക്ക് റിയൂണിയൻ പ്രസൻസ് ഉണ്ടാകും, അതിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന എനർജി, സമയം ചേഞ്ച് ആവണം, പ്രതിസന്ധികളുണ്ട്, ഒന്നിലധികം പ്രശ്നങ്ങൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചും നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചും നിങ്ങൾക്കിടയിലുണ്ട്. ഈ ഒരു പ്രശ്നങ്ങളെ കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ഇരുന്നൊരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതായത് നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകുക, മാക്സിമം എത്ര കാലം പോകാൻ പറ്റുമോ അത്രയും കാലം ഈ ഒരു ബന്ധത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, കൂട്ടത്തിൽ പ്രതിസന്ധികളെയും കൂടെ കൊണ്ടുപോകുക, അതായത് അതും തരണം ചെയ്ത് കടന്നു പോകുക എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമുണ്ടാവാം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാമെന്ന് ചിന്തിച്ചിരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അവിടെ നിന്നുമാണ് നിങ്ങളെ വിട്ട് ആ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ആ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ നേരിടാനായിട്ട് ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ചൊക്കെ അവരുടെ ഈഗോയുമാണ് കേട്ടോ. ഒരു പക്ഷേ ഒരു സമയത്ത് നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞിരുന്ന വ്യക്തി പെട്ടെന്നെല്ലാം ഹൈഡ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അത് അവരുടെ ഈഗോയാണ്,
അവർക്കുടെ മനസ്സിൽ വളരെ ശക്തമാകുന്ന ഒരു ഈഗോ എനർജി കണക്റ്റഡ് ആയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം നിങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്ത അവർക്ക് ഭയമാണ്. കാരണം അവരുടെ മുന്നിൽ ഞാൻ പറഞ്ഞില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ പുതിയ ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തതിന് അവരുടെ ലൈഫിലേക്ക് അവർ മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഇതെല്ലാം നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അവരൊറ്റയ്ക്ക് നേരിടാം, ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞെടുത്ത് അവർക്ക് ഒറ്റയ്ക്ക് മതിയെന്നുള്ളൊരു തോന്നൽ വന്നതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ വന്നത്. അതിൽ അവർ ഭയപ്പെട്ടു, നിങ്ങളെ ഒന്ന് കണക്റ്റ് ചെയ്യാതെ അവർ മാറി നിന്ന് നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. അതായത് നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നവർ വീക്ഷിച്ചുകൊണ്ടിരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങളെ ഫേസ് ടു ഫേസ് ചെയ്യാനുള്ള മടിയായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ചില വാഗ്ദാനങ്ങളുടെ കാര്യത്തെ ഓർത്തിട്ടായിരിക്കാം. എന്താണെങ്കിലും അവർ നിങ്ങളിൽ നിന്ന് ഒരു ബൗണ്ടറി തീർത്ത് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് അതൊക്കെ ഓർക്കുമ്പോൾ വളരെയധികം ഒരു കുറ്റബോധമുണ്ട്. അവരുടെ മനസ്സിൽ വല്ലാത്ത ഒരു കുറ്റബോധം, നിരാശ, പാസ്റ്റിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം അവരോട് തന്നെ അവർ ചോദ്യം ചെയ്യേണ്ടി വരുന്ന, അവരോട് തന്നെ അവർ നിരാശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, കുറച്ച് ഫസ്ട്രേഷൻസും ആൻസൈറ്റിയൊക്കെ അവർ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണെങ്കിലും അവർ മൂവ് ഓൺ ചെയ്തു പോവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തെ അവർ വേണ്ട എന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു പ്രസൻസിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകാം എന്നുള്ള ഒരു ചിന്ത അവർ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നതിന് കാരണമാക്കിയിരുന്നു. അതായത് അവർക്കൊരു മടുപ്പ് തോന്നിയിരുന്നു ഇമോഷണലി ഉള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റിലെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഓവറായിട്ടുള്ള ചില പൊസസീവ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരെ കൂടുതൽ നിങ്ങൾ കെയറിങ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. അതൊക്കെ അവർക്ക് വളരെയധികം ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് നമുക്ക് കറൻറ്റ്ലി നോക്കുമ്പം ഒരു റീയൂണിയൻ പ്രസൻസ്, വീണ്ടും നിങ്ങളുമായിട്ട് റീകണക്റ്റ് ചെയ്താലോ എന്നുള്ള ഒരാഗ്രഹം ശക്തമായിട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അവരിപ്പോൾ സെൽഫ് എനർജിയിലാണ് നിൽക്കുന്നത്. അവിടെ ഹാപ്പിയാണ്, അബണ്ടൻസ് ആണ്. അവരുടെ ജീവിതത്തിൽ അവരെ ഈ ഒറ്റപ്പെട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന, അതായത് മറ്റുള്ളവരുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആവാതെ ഒരു എലോൺ എനർജിയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാണ് കേട്ടോ. കൂടാതെ തന്നെ ആ സമയങ്ങളിലാണ് അവർക്ക് കൂടുതൽ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസുകൾ, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ ചില കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ ആ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്താണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ടെമ്പറൻസ് എനർജിയാണ്. ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ജീവിതത്തെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്യണം, ആലോചിച്ച് വളരെ നല്ല ഒരു തീരുമാനം എടുക്കണം ഇനി മുന്നോട്ടേക്ക് എന്നുള്ളതെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് പാസ്റ്റിനെ ക്ലാരിറ്റി വരുത്തണം, പാസ്റ്റ് സിറ്റുവേഷൻസുകളെയൊക്കെ അവർക്ക് ക്ലാരിറ്റി വരുത്തി എടുക്കണമെന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരണം. പുതിയ ചില തുടക്കങ്ങൾ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതും അവർ വ്യക്തമായിട്ടും തീരുമാനിക്കുന്നുണ്ട്. അതായത് അവർക്ക് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും മാറാനും സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യാനും ഡിവൈൻ്റെ എനർജി കണക്റ്റഡ് ആയിരുന്നു. അതായത് ആ സമയത്തിൻ്റെ ഒരവസ്ഥയായിരുന്നു. ഇപ്പം നിങ്ങളുമായിട്ട് റീകണക്റ്റ് ചെയ്യാനും അതേ പ്രപഞ്ചശക്തിയുടെ ഒരു സ്വാധീനം അവരിൽ കണക്റ്റഡ് ആകുന്നു. അതായത് അവർക്കൊരു തിരിച്ചറിവ് വരുന്നു. അവരൊരു ഒരു മായാവലയത്തിൽപ്പെട്ട അവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങളോട് തോന്നിയ ഒരു വിരക്തി, മടുപ്പ്, ആ എനർജിയിൽ നിന്നും നിങ്ങളെ ബാലൻസ് ചെയ്യണം. ഈ ഒരു ബന്ധത്തിൻ്റെ പൂർണ്ണത അവർ വീണ്ടും തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്ത് ചില പ്രശ്നങ്ങൾ കണക്റ്റഡ് ആയതാണ് കേട്ടോ. ശരിക്കും പാസ്റ്റ് ലൈഫിൻ്റെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് ഈ ഒരു എനർജിയിലുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. 3 എനർജി കണക്റ്റഡ് ആയാൽ 100% പാസ്റ്റ് ലൈഫിൻ്റെ എനർജി ഉണ്ട്. അതായത് ഒരു പ്രതികാരം എന്ന സിറ്റുവേഷൻസ് ആയിട്ട് വരാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ലെസൺ പഠിക്കുക, ബന്ധത്തെ ബേസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അവർ പഠിക്കേണ്ടി വരിക എന്നതൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വെറുത്തറിയാനുള്ള ഒരു സിറ്റുവേഷൻസ്, ഇതെല്ലാം 3 എനർജീനെ ബേസ് ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകുന്നതാണ് കേട്ടോ.
കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സൺ ആണ്. അയാളെ സംബന്ധിച്ച് ഫാമിലിയെ എത്രത്തോളം ആഴത്തിലാണോ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ കെയറിങ് ചെയ്യുന്നത്, അതേ പ്രൊട്ടക്ഷനും കെയറിങ്ങും നിങ്ങളോടും ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു ഇൻഡിസിഷൻ എനർജിയാണ്. ഒരു തീരുമാനം എടുക്കാൻ ഇപ്പോഴും കറക്റ്റ് നോക്കുമ്പം സാധിക്കുന്നില്ല. കാരണം മുന്നിൽ മറ്റു പല കാര്യങ്ങളും തടസ്സമായിട്ടുണ്ട്. മോശം സിറ്റുവേഷൻസുകളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഹൈഡ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന മറ്റൊരു എനർജി എന്ന് പറയുന്നത് വളരെയധികം നിരാശ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ചെയ്തതെല്ലാം എടുത്തുചാട്ടമായിപ്പോയി. അതായത് ഒന്ന് ആലോചിച്ചിട്ട് വേണമായിരുന്നു ജീവിതത്തിൽ ഒരേ കാര്യങ്ങളും ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് ആ ഒരു വ്യക്തി ഇപ്പം തിരിച്ചറിയുന്നുണ്ട്. പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് നോക്കുമ്പം ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ട് വളരെ ശക്തമായ നഷ്ടങ്ങൾ ഈ ഒരു വ്യക്തിക്ക് സംഭവിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ ഒരു വ്യക്തിക്ക് ഒരു ഗൈഡൻസ് ലഭിച്ചാലും, അതായത് കൂടെ നിൽക്കുന്നവർ അങ്ങനെയല്ല ഇതിങ്ങനെ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞാലും അത് കേട്ടാലും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ അല്ല. അവരുടെ ആ ഒരു സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് അത് ഇപ്പം ആ ഒരു വ്യക്തിക്ക് കുറ്റബോധം, അതായത് ചെയ്യേണ്ടതെല്ലാം അബദ്ധങ്ങൾ ചെയ്തു, പറയേണ്ടത് പറഞ്ഞു, പ്രവർത്തിച്ചു. ഇപ്പം ഒരു ജസ്റ്റിസ് എനർജിയിൽ ആ ഒരു വ്യക്തി നിലനിൽക്കുകയാണ്. അതായത് ഇപ്പം ആ ഒരു വ്യക്തി മനസ്സാക്ഷിയാൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ശരിക്കും ഹാർട്ട് ബ്രോക്കൺ എനർജി ഉണ്ട്, നിരാശയുണ്ട്, എല്ലായിടത്തുനിന്നും മാറി ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. ഓവർ തിങ്കിങ് ആണ്. ആവശ്യമില്ലാത്തതെല്ലാം ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയുമാണ് ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. എന്താണെങ്കിലും 100% നിങ്ങൾക്ക് റീയൂണിയൻ എനർജി പ്രസൻസ് ഉണ്ട്. നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ ഒരു പക്ഷേ വരുന്നത് നിങ്ങൾക്കോ അവർക്കോ പ്രിയപ്പെട്ട മറ്റൊരു വ്യക്തിയുടെ പ്രസൻസ് കൂടി കണക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും. അതായത് നിങ്ങൾക്കിടെ ഇടയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ചേർത്ത് പിടിക്കാനും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് കൂടി നിങ്ങളോടൊപ്പം ഉണ്ടാവുന്ന ഒരു റീയൂണിയൻ എനർജിയാണ് നിങ്ങൾക്കിനി വരാൻ പോകുന്നത്. അതായത് എപ്പോഴും നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിങ് ഉണ്ടാവും. ഇനി ഭയപ്പെടേണ്ടാത്ത രീതിയിലുള്ള ഒരു റീയൂണിയൻ പ്രസൻസ് തന്നെയാണ് വരുന്നത്. നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി തന്നെയാണ് കടന്നു വരാൻ പോകുന്നത് ഒരു ഓപ്പർച്യൂണിറ്റീസുമായിട്ട്. അതായത് തെറ്റ് തിരുത്തിക്കൊണ്ട്, ഒരു പക്ഷേ നിങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെയായിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളെ സമീപിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ്, കെയറിങ്, സാന്നിധ്യം, സമയം എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ കാത്തിരിപ്പിന് നിങ്ങൾ ഒരുപാട് ക്ഷമയോടുകൂടി നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിങ്ങൾ മറികടന്നു എങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻ എനർജി തന്നെയാണ് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്ന നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയാണ് കേട്ടോ. നിങ്ങൾ ഒരേ എനർജിയിലുള്ളവരാണ്, പക്ഷേ 2 ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾക്കാലും അവരുടെ ചിന്തകളും 2 രീതിയിലാണ്. അവർ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ വേണ്ട എന്ന് വെക്കുന്നത് നിങ്ങളത് വേണ്ടതാണ് എന്നുള്ള ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ 2 പേരും ടിൻ ഫ്ലെയിം ജേണിയാണെങ്കിലും 2 ധ്രുവങ്ങളിലൂടെ പോകുന്ന വ്യക്തിയാണ്. ഒരാൾ വളരെ ശാന്തമാണെങ്കിൽ ഒരാൾ വളരെയധികം ബഹളം ഉള്ള ക്യാരക്ടറാവാം, ദേഷ്യമാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ ഘടനയ്ക്കെല്ലാം 2 സിറ്റുവേഷൻസുകളായിട്ടാണ് കാണുന്നത്. ഒരാൾ നല്ല നിറമുണ്ടെങ്കിൽ ഒരാൾക്ക് നിറം കുറഞ്ഞ വ്യക്തിയായിരിക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു എനർജി ബേസ് നമുക്കിതിൽ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയാണ്. നിങ്ങൾക്കൊരിക്കലും വിട്ടുപിരിയാൻ പറ്റില്ല. നിങ്ങൾക്കിടയിൽ കാലത്തിൻ്റെ ചില സമയത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഒന്ന് സെപ്പറേഷനിലായാലും വീണ്ടും നിങ്ങൾ റീകണക്റ്റഡ് ആകും. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഒരു സ്ട്രെസ് എനർജിയിലാണ് കേട്ടോ. ഒരു വല്ലാതെ ഒരു മാനസിക പിരിമുറുക്കം അവർ അനുഭവിക്കുന്നുണ്ട്. കാരണം അവർക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും നല്ല ഒരു അനുയോജ്യമായ അവരുടെ ലൈഫിൽ അവരുടെ സ്വപ്നങ്ങളെയും അവരുടെ ജീവിതത്തെയും അവരുടെ എല്ലാ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തി നിങ്ങളായിരുന്നു എന്നത്
ആ ഒരു പേഴ്സൺ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ചെറിയ രീതിയിലൊന്ന് ഫോക്കസ് ചെയ്തു. അതായത് നിങ്ങളെ നിർത്തിക്കൊണ്ട് ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് അവർ ഒരു പ്രാധാന്യം കൊടുത്തു. പക്ഷെ അതും അത്രത്തോളം ഒരു സക്സസ് എനർജിയിൽ പോയില്ല. ഇപ്പം നഷ്ടബോധം, അതായത് നിങ്ങൾ അവരെ എത്രത്തോളം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നോ അതിപ്പോൾ ഓർത്ത് അവർ ശരിക്കും വേദനിക്കുന്നുണ്ട്. ശരിക്കും ഇതിനകത്തേക്ക് നമുക്ക് നോക്കുമ്പം പറയാൻ പറ്റുന്ന ഒരു എനർജി മൂൺ എനർജിയാണ്. ജസ്റ്റിസിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അത് ഒരു പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ മനസ്സാക്ഷിയാവാം. നല്ല രീതിയിൽ അവർ ഒരു ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാത്തിരിപ്പാണ്, ഹോൾഡ് ചെയ്യണം, അൺകണ്ടീഷണൽ ലവ് ആണ്. അതായത് വല്ലാതെ നിങ്ങളോട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ്, അതൊക്കെ ഇപ്പോഴാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം അതിൻ്റെ ആഴം എത്രത്തോളമായിരുന്നു, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് എത്രത്തോളം വാല്യൂ ഉള്ളതായിരുന്നു എന്നൊക്കെ ഇപ്പോൾ അവർ കറൻറ്റിലി ചിന്തിക്കുകയാണ്. ആ ഒരു ചിന്തയിൽ അവരിങ്ങനെ മറന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വല്ലാതെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു എനർജി, അതായത് അവർക്ക് ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രസൻസിൻ്റെ ഓർമ്മകൾ തന്നെ അവരെ നിലനിർത്തുന്നത് പോലെ ഫീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഹെർമിറ്റ് എനർജിയാണ്. കറൻറ്റ്ലി അവർ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ഒറ്റപ്പെടൽ, ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ നിങ്ങളോട് ചെയ്ത ചീറ്റിങ്ങിൻ്റെ ഫലമാണ് എന്നുകൂടി അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ അവർ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അത് സമയത്തിൻ്റെതാണ്, വിധിയാണ്. ആ ഒരു ചീറ്റിംഗ് നിങ്ങൾ നേരിടേണ്ടി വന്നത്. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗമുണ്ട്. പല പ്രാവശ്യവും നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ്, എപ്പോഴും ഒരു ഫൈറ്റിംഗ് എനർജി നടന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്കിടയിൽ ഒരു ചീറ്റിംഗ്, നിങ്ങളിൽ നിന്നും അവർ മാറിപ്പോകാൻ ആഗ്രഹിച്ചതിന് കാരണമായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അവരിപ്പോൾ കറൻറ്റ്ലി ചിന്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ ജസ്റ്റിസ് ആണ്. ഇതിനകത്ത് ഏറ്റവും പവർഫുള്ളായിട്ട് വന്നിരിക്കുന്നത് അവരിപ്പോൾ ഒരു കർമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്തതിൻ്റെ ഫലം അവർ ശക്തമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ചിലരുടെ എനർജിയിൽ നോക്കുമ്പം അവർക്കൊരു വിയോഗം സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് ഏതോ പ്രിയപ്പെട്ട ആരുടെയോ ഒരു ലോസ് എനർജീനെയും കൂടി അവർ ഇതിനോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ശരിക്കും വളരെ ശക്തമായ മാനസിക പിരിമുറുക്കവും സങ്കടവും വല്ലാതെ അവരൊരു ഇമോഷണലി തകർന്ന് നിൽക്കുന്നൊരവസ്ഥയാണ് കേട്ടോ. ശരിക്കും അവരെ സംബന്ധിച്ച് അവർക്ക് ഇനി ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാനില്ല, ഇനി ഒന്നും അനുഭവിക്കാനില്ല എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടതും നിങ്ങളോട് ചെയ്തതും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങളും എല്ലാം അവർക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്തതിനും അപ്പുറമുള്ളൊരു പെയിൻ എനർജി അവർ അനുഭവിക്കുന്നു. കൂടെ തന്നെ അവരുടെ ലൈഫിൽ അവർ വളരെ സ്ട്രഗിൾ ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അവരെന്തിനൊക്കെയാണോ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നത്, എവിടെയൊക്കെയാണോ ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുന്നത്, അവിടെ എല്ലാം പരാജയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നഷ്ടത്തിൻ്റെ ആഴം അവർ തിരിച്ചറിയുന്നുണ്ട്. ജസ്റ്റിസാണ് വീണ്ടും വീണ്ടും കടന്നു വരുന്നത്. അവരുടെ ലൈഫിൽ അവർ കർമ്മ നേരിടുകയാണ് കേട്ടോ. അതെല്ലാ രീതിയിലും, എല്ലാ അവസ്ഥകളിലും, ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഹെൽത്ത് പരമായിട്ടാണെങ്കിലും ഒക്കെ അവരുടെ സിറ്റുവേഷൻസ്, അവർക്ക് വേണ്ടപ്പെട്ട പല കാര്യങ്ങളും അവരുടെ കയ്യിലുള്ളത് പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ളൊരു സിറ്റുവേഷൻസാണ്. ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മയെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പം അവർക്ക് സഹിക്കാൻ പറ്റാത്തതിനും അപ്പുറമായിട്ടാണ് കാണുന്നത്. 5 ഓഫ് കപ്സ് ആണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത്. എല്ലാം ശൂന്യമായിട്ട് നിൽക്കുകയാണ്, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. നിസ്സഹായതയാണ് ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എന്താണ് വരാൻ പോകുന്നതെന്നും എന്തായിരിക്കും ഇനി ജീവിതമെന്നുമുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഈ എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇതിനകത്ത് റിയൂണിയൻ പ്രസൻസ് 100% ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ പൊരുത്തപ്പെട്ടു പോവുക എന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. രണ്ടു പേരുടെയും എല്ലാ രീതിയിലുമുള്ള എനർജി വൈബ് നോക്കുമ്പോൾ 2 സിറ്റുവേഷൻസാണ്. ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതല്ല, രണ്ടും 2 ധ്രുവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഇനിയും കണക്റ്റഡ് ആയാലും കോൺഫ്ലിക്റ്റും ഫൈറ്റിങ്ങും ഉണ്ടാവാൻ സാധ്യത.